UDF ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം കേസ് പിൻവലിക്കണമെന്നാണ്. കേസ് പിൻവലിക്കണമെന്ന് അതല്ലല്ലോ എന്തോ കേസ് പിൻവലിക്കണമെന്ന ആവശ്യം പ്രസക്തമല്ലേ? ആണ്. ആവശ്യം ഞാനും ഉന്നയിച്ചിട്ടുള്ള ആളാണ്. ഈ പറയുന്നതെല്ലാം അനാവശ്യമായ ആരോപണങ്ങൾക്ക് വേണ്ടി ആരോപണം പറയുന്നതാണ്. അതൊരു പ്രായച്ചിത്തൽ, നിങ്ങൾ പ്രായച്ചിത്തായിട്ട് കൂട്ടിക്കോ. ആ പ്രായച്ചിത്താണ് തെറ്റുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഈ കുറെ കൊല്ലങ്ങളിലായിട്ട് ശബരിമല വല്ല പ്രശ്നമുണ്ടാകാൻ ദേവസ്വം ബോർഡിന്റെ മാത്രം കഴിവാണ്. ഗവൺമെന്റിനെ സഹായിക്കുകയും പിൻബലം കൊടുത്തുകൊണ്ടല്ലേ ഇതിലല്ലേ നടന്നത്. സുഖവും സുന്ദരമായിട്ട് ഇവിടെ ശബരിമല ഓരോ കർമ്മങ്ങൾ ചെയ്യല്ലേ, പദ്ധതി നടപ്പാക്കുകയല്ലേ. ഒരു ഭക്തനും വല്ല കുഴപ്പമോടെ ഉണ്ടാകുന്നുണ്ടോ? ഒരു പോറലും ഒരു പൊട്ടുസൂചി പോലും അവരുടെ കാലെ കൊള്ളുന്നുണ്ടോ? മുള്ളു പോലും കൊള്ളുന്നുണ്ടോ? ഇത്ര ഭംഗിയായി എത്രയോ കൊല്ലമായി ഇപ്പോൾ നടക്കുന്നത്. ഇത് ഗവൺമെന്റ് കൂടെ സഹായിച്ചിട്ടല്ലേ. കോടതിയിലുള്ള ഈ അഫിഡവിറ്റ് സ്ത്രീ പ്രവേശനം സംബന്ധിച്ച സർക്കാരിന്റെ അഫിഡവിറ്റ് പിൻവലിക്കണമെന്നൊരു ആവശ്യം എസ്എൻഡിപിക്കില്ലേ? കാരണം ആ അഫിഡവിറ്റ് കഴിഞ്ഞൊരു അധ്യായമാണ് എന്ന് പാർട്ടി സെക്രട്ടറി പറഞ്ഞപ്പോൾ അതിന് ആ അഭിപ്രായത്തിന്റെ ഇടയിൽ വരികൾക്കിടയിൽ ഒരു അർത്ഥമുണ്ട്. അത് അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുമ്പോൾ അതിന് ഞങ്ങൾ ഇനി പ്രസ് ചെയ്യുന്നില്ല എന്നുകൂടി അവർ പറഞ്ഞു എന്ന് നമ്മൾ കണക്കാക്കി. എന്താ പറ്റി? പിന്നെ അത് അതുപോലെ ഇത് പറയണം എന്ന് നമ്മൾ വാശി തന്നെ പിടിക്കുന്നത്. അതെ, ആ അവിടെ വെച്ച് കഴിഞ്ഞ അധ്യായമാണെന്നാണ് പറഞ്ഞത്. ഇനി പുതിയ അധ്യായത്തിൽ വരുമ്പോൾ അത് കാണത്തില്ലായിരിക്കും. അല്ല, നിങ്ങളാരാണ്? ഇവരെല്ലാം എന്തിനാണ് ശബരിമലയുടെ പൗത്രതയെ കളയാതെ, അതേ ഒരു രാഷ്ട്രീയ ചർച്ചയും വിവാദവും സൃഷ്ടിക്കാതെ അതിന്റെ പൗത്രതയെ സൂക്ഷിക്കാൻ എല്ലാ രാഷ്ട്രീയത്തിലും അവർ ശബരിമലയെ അതിന്റെ പൗത്രത സൂക്ഷിക്കാൻ അഭിപ്രായ സമന്വയത്തോടുകൂടി മുമ്പോട്ട് പോകണം. അതിന് പിണറായി ഗവൺമെന്റ് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിനെ വെട്ടുക, വേറ്റുള്ളത് പറഞ്ഞ് അതിനെ സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയല്ല വേണ്ടത്. ഇത് അത് വിവാദ ഭൂമി ആക്കരുത് ശബരിമല. ബിന്ദു അമ്മിണിയെ പോലെയുള്ള ആക്ടിവിസ്റ്റിനെ രാത്രിയിൽ ആംബുലൻസിൽ കയറ്റി അവിടെ ചെന്നിട്ട് ആചാര ലംഘനം നടത്തിയത് ശരിയാണോ? ഒരു ഭക്ത അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഞാൻ ആ കഴിഞ്ഞ അധ്യായമല്ലേ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലായിട്ടാണ് ജീവിക്കുന്നത്. ഇത് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഗവൺമെന്റ് പിന്നെയും ഭരണത്തിൽ വന്നത്. ഭരണത്തിൽ വന്നതുകൊണ്ട് ചെയ്ത തെറ്റില്ലാണ്ടാവുന്നുണ്ടോ? അവിടെ ഭരണത്തിൽ വന്നതുകൊണ്ട് ഇവര് തള്ളപ്പെട്ടോ ജനങ്ങളുടെ മുമ്പിൽ നിന്ന്? അത് ആ തെറ്റ് ഉണ്ടെന്നുള്ളത് കൊണ്ടാണല്ലോ അതിനുശേഷം അതുപോലുള്ള ഒരു ആക്ടിവിറ്റീസും കൊണ്ട് ഈ ഗവൺമെന്റ് വന്നില്ലല്ലോ. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഴയത് പലതും അത് ഞാൻ ചോട്ടെ, അതൊക്കെ മുമ്പ് കിട്ടിയിട്ടില്ലായിരുന്നില്ല. 19 കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ പണ്ടും. അതിനു മുമ്പും സുഹൃത്തെ, നിങ്ങൾക്ക് വാദിക്കാനും വേണ്ടിയിട്ടാണ് വാദിക്കുന്നതെങ്കിൽ നിങ്ങൾ വലിയ വക്കാലത്തോടുത്ത് വന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ, അതിനു മുമ്പും പാർട്ടിക്ക് ഒരു സീറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു. അത് ഇത്തവണ കിട്ടി. ഇത് ഇത്തവണ അതേയുള്ളു. നിങ്ങൾ കാട് കയറ്റാൻ ശ്രമിക്കാതെ, നിങ്ങൾ ശബരിമലയെ അതിന്റെ പുണ്യത അത് എന്റെ വിവാദ ഭൂമിയാക്കാതെ എല്ലാവരും അതിനോട് സഹായിക്കുക. ഇപ്പൊ നല്ല ഗവൺമെന്റ് അതിന് അങ്ങേറ്റം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ സഹായിച്ചുകൊണ്ട് ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ദേവസ്വം ബോർഡ് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നു. ദേവസ്വം ബോർഡിനുള്ള എല്ലാ പിൻബലവും ശക്തിയും ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. ഇത് ഗവൺമെന്റിന് എല്ലാം സഹായം ചെയ്ത് കൊടുക്കുന്നില്ല അവർക്ക്. അതുകൊണ്ട് എത്ര നാളുകളായി ഭംഗിയായിട്ട് ശബരിമല പോകുന്നു. അതിന്റെ പ്രസക്തിയും വർദ്ധിപ്പിച്ച് കേരളത്തിന്റെ തന്നെ ഏതാണ്ട് 1200 മേൽ ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിന്റെ കീഴിലുണ്ട്. ഇതിൽ എത്ര എണ്ണം സ്വയം പര്യാപ്തരുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 1000 മേൽ സ്വയം പര്യാപ്തത ഇല്ലാത്തതാണ്. അതെല്ലാം സ്വയം പര്യാപ്തതയിലേക്ക് വളരാനും ഉയരാനും അങ്ങനെ നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും സമ്പുഷ്ടമാകട്ടെ. അതോടൊപ്പം തന്നെ കേരളം സമ്പുഷ്ടമാകട്ടെ, ഇന്ത്യ സമ്പുഷ്ടമാകട്ടെ. ശബരിമലയുടെ വളർച്ച ഇന്ത്യയുടെ വളർച്ചയുടെ ഒരു ഭാഗം കൂടെയാണ്, കേരളത്തിന് മാത്രമല്ല. അങ്ങനെ വലിയ വിശാല മനസ്സോട് കണ്ടുകൊണ്ട് മീഡിയകൾ പ്രശ്നം സൃഷ്ടിക്കാനില്ല, പ്രശ്ന പരിഹാരം കാണാനും നല്ലതെന്ന് പറയാനും ഉള്ള വലിയ മനസ്സ് നിങ്ങൾ കാണിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ബിജെപി നടത്തുന്ന ഈ ബദൽ അയ്യപ്പ സംഗമം അത് ശരിയാണോ? ശരിയല്ല. ഒരു അയ്യപ്പ സംഘം എന്നുള്ള ഇപ്പൊ അതിന് തന്നെ ഒരാൾ പറഞ്ഞ കേട്ട് ശ്രീനാരായണ സംഗമം നടത്തുന്നത് അവരുടെ മോർച്ചയാണെന്ന്, പിന്നോക്ക മോർച്ചയാണ്. അപ്പൊ അവർക്കൊക്കെ വല്ല വീക്ഷണം വിവേകമുണ്ട്. എന്താണ് അവർ കാണിക്കുന്നത്? ഇതിനെതിരെ എന്തിനവർ നിൽക്കണം?
പക്ഷെ ഇവരെതിരെ നിന്നുകൊണ്ട് വല്ലതും സംഭവിക്കാറുണ്ടോ? ഇവിടെ ജനം ഇത് ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ടും ഈ സംഗമത്തെയും സ്വീകരിച്ചു കഴിഞ്ഞു, ശബരിമലയെയും സ്വീകരിച്ചു കഴിഞ്ഞു. പിന്നെ അതിനെതിരെ നിൽക്കുന്നവൻ മഴവെള്ളച്ചാട്ടത്തിനെതിരെ പഴമറവും കൊണ്ട് നടക്കുന്ന പോലെ ആയിരിക്കും. രണ്ട് നിലപാടുകൾ പറഞ്ഞത് NSS പറഞ്ഞിരിക്കുന്നത് ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഈ KPMS ഒരു നിലപാടുണ്ട്. KPMS പറയുന്നത് അതായത് സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന സാധനം ആ സുപ്രീം കോടതി അവിടുത്തെ യാഥാർത്ഥ്യമായിട്ട് വിധിയാണ്, അത് അംഗീകരിക്കാതെ പിന്മാറാൻ പാടില്ലെന്നാണ് KPMS പറയുന്നത്. അപ്പൊ ഈ രണ്ട് നിലപാടുകളും നിൽപ്പുണ്ട് ഇവിടെ. അല്ല, അവരുടെ KPMSന്റെ അഭിപ്രായമായിട്ട് അവര് മുന്നോട്ടെന്നു. പക്ഷേ NSSന്റെ നിലപാടിനൊരു മാറിയല്ലോ. കാരണം ആചാരാനുഷ്ഠാനങ്ങൾ അനുസരിച്ച് കൃത്യമായി നടക്കണമെന്ന് അവർ പറയുന്നുള്ളൂ. അത് ഞങ്ങളും പറയുന്നുണ്ട്. അതങ്ങനെ നടത്തണമെന്ന്, അങ്ങനെ നടക്കുന്നുള്ളെന്ന് ദേവസ്വം ബോർഡും പറയുന്നുണ്ട്. പിന്നെ സുപ്രീം കോടതിയിൽ ഇങ്ങനൊരു വിധിയുണ്ടെന്ന് പറഞ്ഞ് KPMS അതുകൊണ്ട് നടന്നാൽ ഇപ്പോൾ അത് ഓടണ കാലമല്ല. പ്രായോഗികമല്ലാത്തതും അപ്രായോഗികമായ നിർദ്ദേശങ്ങൾ കൊണ്ടും ഇപ്പോൾ വരുന്നത് ഈ ക്ഷേത്രം നമ്മുടെ ശബരിമല അയ്യപ്പനോട് മാത്രമല്ല കേരളത്തോട് തന്നെ കാണിക്കുന്ന ഒരു അവഗണനയാണ്. KPMS നിലപാട് നടക്കുന്ന കാര്യമല്ല അല്ല, സെക്രട്ടറി മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം സെക്രട്ടറി നിങ്ങൾ വിടുകയല്ല. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നടത്തിയ ഒരു പ്രസംഗത്തില് കുമാരനാശിനെ ഉദ്ധരിച്ച് സെക്രട്ടറി നടത്തിയ പ്രസംഗം വർഗീയത വളർത്തുന്നതാണ്. അത് വർഗീയതാണെങ്കിൽ വർഗീയതയായിട്ട് കണക്കായിക്കോ. ഒരു സത്യമാണ് ഞാൻ പറഞ്ഞത്. കുമാരനാശാന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു നോക്ക്. മലബാർ കലാപം ആര് എങ്ങനെ നടന്നു, ആ കലാപം പോയി കുമാരനാശാൻ പോയി കണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ ഗുരുദേവൻ പറഞ്ഞയച്ചു. ഗുരുദേവൻ അത് കണ്ട് ശേഷമാണ് ഗുരുദേവന് കൊടുത്ത ആ ഉപദേശം, അവിടുത്തെ ചരിത്രവും സത്യവും പറഞ്ഞനുസരിച്ചാണ് സർവമത സമ്മേളനം വിളിച്ചു കൂട്ടിയത്. ആ സർവമത സമ്മേളനത്തിൽ ഗുരുദേവൻ എല്ലാ വിഭാഗം ആളുകളെ കൊണ്ട് ഇരുത്തി പ്രസംഗിപ്പിച്ചിട്ട് ഗുരുദേവൻ എഴുതി കൊടുത്തതെന്താണ്? എല്ലാ മതസാരവും ഒന്നെന്നാണ്. ഗുരുദേവൻ പ്രസംഗിച്ചില്ല. അവിടെ കണ്ട കാഴ്ച കുമാരനാശാൻ എഴുതിയ പുസ്തകം നിങ്ങൾ എടുത്ത് വായിച്ചു നോക്ക്. അത് വായിച്ചു നോക്കാതെയും കാര്യങ്ങൾ അറിയാതെയും ഇതെല്ലാം സ്വാതന്ത്ര്യ സമരമാണെന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തു പറയാനല്ല, ഉള്ളത് പറയാനേ അറിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ പുസ്തകം വെച്ച് സംസാരിക്കുക.